സിനിമാ നിരൂപണം വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടമൊക്കെ മാറിയിരിക്കുകയാണിപ്പോൾ. കണ്ടന്റിനും റീച്ചിനും വേണ്ടി വ്യത്യസ്തത തേടുന്ന ഈ കാലത്ത് റിവ്യൂവിലും കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വ്ലോഗർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്ക് ലഭിക്കുന്ന സ്വീകാര്യത. വേറിട്ട രീതിയിൽ സിനിമാ നിരൂപണത്തെ സമീപിക്കുന്ന അദ്ദേഹത്തിന് ആരാധകർ നിരവധിയാണ്. ആറാട്ടെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് വർക്കി ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് സമാനമായി പല ചിത്രങ്ങളുടെ റിവ്യൂ പറഞ്ഞ് സ്വീകാര്യത നേടിയ അദ്ദേഹം ഇടക്കാലത്ത് ചില സിനിമകളിലും മുഖം കാണിച്ചിരുന്നു. മമ്മൂട്ടി നായകനായ ബസൂക്ക ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലാണ് ആറാട്ടണ്ണൻ അഭിനയിച്ചത്. എന്നാൽ ഇതിനിടയിൽ ഒരു കേസിലകപ്പെട്ട് അദ്ദേഹം 2 ആഴ്ചയോളം ജയിലിൽ കിടന്നിരുന്നു. ഇപ്പോഴിതാ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സന്തോഷ് വർക്കി. തനിക്കും അലിൻ ജോസ് പെരേരയ്ക്കും മോഹൻലാലിനേക്കാളിലും മമ്മൂട്ടിയെക്കാളിലും റീച്ച് ഉണ്ടെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണിന്റെ ജീവിതം തകർക്കാമെന്നും ഇനി ഒരിക്കലും പഴയ ആറാട്ടണ്ണനാവില്ലെന്നും സന്തോഷ് വർക്കി തറപ്പിച്ചു പറയുന്നു. ഫെയിം സ്റ്റേപ്പ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പുതിയ ആറാട്ടണ്ണനാണ് ഞാനിപ്പോൾ. ആ നിലയ്ക്കാണ് വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത്. ജയിലിലെ അനുഭവം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്നെ കളിയാക്കി, ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പണ്ടത്തെ പോലെ ഗോതമ്പുണ്ട ഒന്നുമല്ല, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഫ്രീഡം ഇല്ല, എങ്കിലും ഒരു അച്ചടക്കമുള്ള ജീവിതമായിരുന്നു. ഇപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇന്നൊരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിപ്പിക്കാം. ഒരു പെണ്ണ് തെളിവില്ലാതെ പരാതി കൊടുത്താൽ പോലും പിടിച്ച് റിമാൻഡ് ചെയ്യും. നിത്യ മേനോനുമായുള്ള ബന്ധം എപ്പോഴേ തീർന്നു. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് തീർന്നതുമാണ്. ഞാൻ പല ആർട്ടിസ്റ്റുകളെയും വിളിക്കാറുണ്ട്, പക്ഷേ അവർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ട്രൂ ലവ് ആയിരുന്നു. അവരത് മനസ്സിലാക്കിയില്ല. അവരെ കുറ്റം പറയാൻ ഞാനില്ല. ഇനി ട്രൂ ലവ് വർക്കൗട്ട് ആവില്ല. പുതിയ കുട്ടികൾക്ക് ലവ് അല്ല, ലസ്റ്റാണ്. ഇനിയുള്ള കാലത്ത് വിവാഹമൊന്നും വർക്കാവില്ല. പെണ്ണുങ്ങളുടെ ടൈമാണിപ്പോൾ. ആണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരേരയാണ് കോമാളിത്തരം കാണിക്കാറുള്ളത്. പുള്ളി കാണിക്കുന്നത് പോലെ ആർക്കും കഴിയില്ല. ഞങ്ങൾ വനിതാ തിയേറ്ററിൽ കയറുന്നതാണ് എല്ലാവർക്കും വലിയ പ്രശ്നമായി കാണുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഈ ഫീൽഡിലുണ്ട്. ബിഗ് ബോസിൽ പോകാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാമുണ്ട്. അലിൻ ജോസ് പെരേര ബിഗ് ബോസിൽ വന്നാൽ എനിക്കൊരു വിഷമവുമില്ല. രേണു സുധിയുടെ കൂടെ അഭിനയിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാണില്ല എന്നുള്ളത്. എൻ്റെ മാർക്കറ്റ് കൂടാൻ വേണ്ടി അത് പറഞ്ഞതുമാണ്. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലാത്ത റീച്ചാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് കിട്ടുന്നത്. അതിന് കാരണവുമുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് ആരാധകർ ഉള്ളത്. UK നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. എന്നെയും പെരേരയും എല്ലാവർക്കും അറിയാം. എല്ലാ മലയാളികൾക്കും ഞങ്ങളെ അറിയാമെന്നും സന്തോഷ് വർക്കി പറയുന്നു.